ബിഗ് ബോസ് സീസൺ 6 തുടങ്ങാൻ ഇനി ദിവസങ്ങൾ ബാക്കി നിൽക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയും വലിയ വഴക്കും വാക്കുതർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ ബിഗ് ബോസ് താരം ഫിറോസും അതോടൊപ്പം തന്നെ കഴിഞ്ഞ സീസണിലെ ടൈറ്റിൽ വിന്നറുമായ അഖിൽ മാരാരും തമ്മിലുള്ള ഒരു ചെറിയൊരു സംവാദമാണ്. അതിനെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് ഓരോരുത്തർ യൂട്യൂബേഴ്സൊക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞ് അത് വലിയ രീതിയിലൊരു വിവാദത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. എന്നാൽ ഫിറോസ് അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഫിറോസ് പറഞ്ഞിരുന്നു പുറത്തു വെച്ച് മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നത് അഖിൽമാരാരാണ് എന്നുള്ളൊരു വിവാദം അഖിൽമാരാർക്ക് നേരെ ഫിറോസ് ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അഖിൽമാരാർ ഇപ്പോഴൊരു വീഡിയോയുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. തനിക്കെതിരെ ആരും വീഡിയോ ചെയ്തിട്ടില്ല എന്നും തനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് വലിയ വിവാദങ്ങൾക്കോ ചർച്ചകൾക്കോ ഒന്നും ഞാൻ ഇടവെക്കുന്നില്ല എന്നും പുതിയ ബിഗ് ബോസ് സീസൺ 6 പോകുന്ന കണ്ടസ്റ്റൻറ്റുകൾക്ക് ആശംസ അറിയിച്ചുകൊണ്ടും ഒക്കെയാണ് അഖിൽമാരാർ വീഡിയോ ഇട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഖിൽമാരാർ പറഞ്ഞിരുന്നു, ഞാൻ ഫിറോസ് ഖാനെ വിളിച്ചിരുന്നു, 3 വട്ടം വിളിച്ചു, പുള്ളി ഫോൺ എടുത്തില്ല. സൗഹൃദപരമായിട്ട് സംസാരിക്കാനാണ് വിളിച്ചത്, പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രഞ്ജിത്തേട്ടൻ്റെ ഷോയും രഞ്ജിത്തേട്ടനെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത് പോലും. അദ്ദേഹത്തോട് എനിക്ക് വ്യക്തിപരമായ ഒരു പിണക്കവും ഇല്ല, ഫിറോസിനോട് എനിക്ക് വ്യക്തിപരമായ പിണക്കമില്ല. റോബിനെ ദുബായ് വെച്ച് കണ്ടിരുന്നു, റോബിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വെളിയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ സീസണായിരുന്നു നല്ലത്, ഈ സീസണായിരുന്നു നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കുന്നവർക്ക് അഖിൽമാരാർ ചുട്ട മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ സീസണാണ് ഏറ്റവും മികച്ചത് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് മോശം സീസണും ആയിരുന്നില്ല ബിഗ് ബോസ് സീസൺ 5 എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അഖിൽമാരാർ പറയുന്നത്. എന്നാൽ TRP കുറവാണ് എന്ന് ഫിറോസ് ഖാൻ പറഞ്ഞിരുന്നു. എന്നാൽ അഖിൽമാരാർ അതും വളരെ കൃത്യമായിട്ട് വീഡിയോയിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. TRPക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. തെലുങ്കിലെ ബിഗ് ബോസ് ഹോട്ട്സ്റ്റാറിൽ കാണുന്നവരെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, അപ്പോൾ അത്രമാത്രം ആൾക്കാർ കണ്ടുകൊണ്ടിരുന്ന ഒരു സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ 5 എന്നും അഖിൽമാരാർ പറയുന്നുണ്ട്. അതിന് തെളിവ് വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാം, അതൊരു ചലഞ്ചായിട്ട് വെച്ചോളൂ എന്നും പറയുന്നുണ്ട് അഖിൽമാരാർ. അതുപോലെ പിന്നെ ഫിറോസ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രോഗ്രാം വളരെ മോശമായിരുന്നു, ബിഗ് ബോസ് സീസൺ 5 വളരെ ഫ്ലോപ്പായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ അഖിൽമാരാർ പറയുന്നു ബിഗ് ബോസ് സീസൺ 5 ഫ്ലോപ്പായിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് അഡീഷണലായിട്ട് 4 അഡ്വർടൈസ്മെൻറ്റ് കമ്പനികളോട് ഇൻവെസ്റ്റ് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ഇത് ഫ്ലോപ്പായ സീസൺ ആയിരുന്നെങ്കിൽ അവരിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമോ? അതോടൊപ്പം തന്നെ വിന്നർക്ക് മാരുതി കാർ കൊടുക്കണമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല, മാരുതി കാർ കൊടുക്കണമെന്ന് മുമ്പേ പറഞ്ഞിട്ടിരുന്നില്ല. അത് അവസാന ഘട്ടത്തിലാണ് മാരുതി കാർ കൊടുക്കുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. 50 ലക്ഷം രൂപയും ശമ്പളവും കിട്ടുന്ന എനിക്ക് എന്തുകൊണ്ട് അവർ കാർ തന്നു എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. കാരണം ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനി ഒരിടത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും മറ്റൊരാൾക്ക്, അതായത് വിന്നർക്ക് ഞങ്ങളൊരു സന്തോഷമായിട്ട് ഞങ്ങളൊരു കാർ കൊടുത്തേക്കാം എന്നുള്ള ചിന്തയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഒരിക്കലും ബിഗ് ബോസ് സീസൺ 5 മോശമായിരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് അഖിൽമാരാർ പറയുന്നത്. എന്തായാലും ബിഗ് ബോസ് സീസൺ 5 ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. കാരണം വലിയ ടോക്സിക് ഒന്നും വെച്ച് പുലർത്താത്ത സീസണായിരുന്നു. എന്നാൽ അതിനനുസരിച്ച് അടിയും ബഹളവും കണ്ടൻറ്റും കാര്യങ്ങളും കോമഡിയും എൻ്റർടൈൻമെൻറ്റ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ 5. നാദ്രി ആയിക്കോട്ടെ, അഖിൽമാരാരായിക്കോട്ടെ, അങ്ങനെ ഓരോരുത്തരും ചിരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ഇതുമില്ലായിരുന്നു. അതുപോലെ തകർപ്പൻ ചിരിക്കുന്ന രീതിയിലായിരുന്നു ഷോ മുന്നോട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പ്രേക്ഷകരും ബിഗ് ബോസ് സീസൺ 5 കാണാനായിട്ട് എത്തിയിരുന്നു. പിന്നെ ബിഗ് ബോസ് സീസൺ 4 പോലെ അങ്ങനെ വലിയ അടികളോ ബഹളങ്ങളോ ഒന്നുമില്ലായിരുന്നു. എന്നാലും ഗെയിമും മൈൻഡ് ഗെയിമും എല്ലാം അടിപൊളിയായിട്ട് നടന്നൊരു സീസൺ തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ 5. എന്നാൽ താരതമ്യം വെച്ച് നോക്കുമ്പോൾ അതാണോ വലുത് ഇതാണോ വലുത് എന്നൊക്കെ പറയുവാണെങ്കിൽ എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു സീസണും മോശമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് എല്ലാ സീസണും ഒരുമാതിരി ലെവലുള്ള സീസൺ തന്നെയായിരുന്നു. കഴിഞ്ഞ സീസണിൻ്റെ ഒറിജിനൽസിൻ്റെ ഒരു സീസണായിരുന്നു. അപ്പോൾ ആ ഒറിജിനലിന് സംബന്ധപ്പെട്ട കാര്യങ്ങളും കണ്ടൻറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് കഴിഞ്ഞ സീസണിൽ നടന്നപ്പെട്ടത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന മത്സരാർത്ഥികൾക്ക് അവർക്ക് നല്ല രീതിയിൽ കളിക്കാൻ പറ്റാതെ പോയ ചില കാര്യങ്ങളുണ്ടാവാം. പക്ഷേങ്കിൽ അന്നിൽ പോലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിച്ചു എന്ന് തന്നെയാണ് വിശ്വാസം. ചില ആൾക്കാർ ചില മത്സരാർത്ഥികൾ നല്ല രീതിയിൽ കളിക്കുവാനായിട്ട് അവർ ശ്രമിച്ചില്ല എന്ന് തന്നെ നമുക്ക് പറയാം. എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് സീസൺ 5 മോശമായിരുന്നു എന്ന് പറയുന്നതിനോട് ഞാനും യോജിക്കുന്നില്ല എന്ന് തന്നെ ഞാൻ പറയുന്നു. ഇതേ അഭിപ്രായം തന്നെയാണ് അഖിൽമാരാരും പറയുന്നത്. എന്തായാലും ബിഗ് ബോസ് സീസൺ 6 ഇനി തുടങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അഖിൽമാരാർ ഈ വിവാദങ്ങളിലൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് എൻ്റെ വായയിൽ കോയിലിട്ട് ഇളക്കല്ലേ എന്നുകൂടി പറഞ്ഞാണ് നിർത്തുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വാർത്തകൾ അറിയാൻ സാധിക്കും. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.